നമ്മൾ ആമ്പനാട് പോവുകയാണ് വണ്ടി വണ്ടി എടുത്തിട്ട് നമ്മൾ ആമ്പനാട് പോവുകയാണ്. അതെ ഗൈസ്, പൊന്മുടിയെ പോലെ ഒരു ഹൈപ്പ് കൊടുത്തിരുന്ന ഇപ്പോഴത്തെ സ്ഥലമായ അമ്പനാട്ടിലേക്കാണ് ഞങ്ങൾ വന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും വളരെ മനോഹരമായി ഫസീനോയിലാണ് വന്ന് കയറിക്കൊടുത്തത്. സോ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവിടേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ്, നമ്മുടെ പൊന്മുടിയിൽ അത്രയും ഒരു ഹൈപ്പ് കൊടുക്കാനില്ലെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോഴത്തേക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റും കുറച്ച് തേയിലത്തോട്ടമൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിലും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഹൈപ്പ് കൊടുക്കാനില്ലാത്ത ഈ ഒരു സ്ഥലത്തെ ടിക്കറ്റ് റേറ്റിന് കുറച്ചൊരു മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം രണ്ടുപേര് വന്നപ്പോൾ 200 രൂപ ടിക്കറ്റ് റേറ്റാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തത്. നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് വണ്ടിയിൽ തന്നെ പോകാൻ പറ്റും. അപ്പോൾ 4 മണിക്കൂറാണ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ടൈം. ഇത് ഗ്രാമ്പു പിന്നെ ഒരുപാട് ഇവിടെ കാണാൻ പറ്റിയത് ഈ ഒരു സൈസ് ആട്ടാമ്പുഴമാണ് ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ ഈ ആട്ടാമ്പുഴുവിന് എന്താ പറയണേന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ആ ഏരിയ കാണാം. പിന്നെ ആ ഫോട്ടോഷൂട്ട് എടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് തേയിലത്തോട്ടം, അതിനിടയ്ക്ക് നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ നൈസിന് അവിടെ കയറി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ചായക്കടയും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലത്താണ് അതുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് വ്യൂ പോയിൻ്റാണിത്. ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വേറെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ 2 പാറയുടെ മുകളിൽ കയറി നമുക്ക് വ്യൂസ് കാണാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് നമുക്ക് 3ാമത്തെ വ്യൂ പോയിൻ്റ് ഇവിടെ എത്തുന്നത്. ഇവിടെ നിന്ന് കാണുന്നേക്കാളും കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഈ കാഴ്ചയാണ് കുറച്ചുകൂടെ നമുക്കൊരു ഭംഗി തോന്നുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു അമ്പലത്തിൻ്റെ ഒരു ആർച്ചുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ അകത്തോട്ട് കിടക്കുന്ന ഈ കുഞ്ഞു റോഡ് വഴി വരുമ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ട് ഈ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് വ്യൂസ് കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞു, വ്യൂസ് എല്ലാം അവസാനിച്ചു. ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. വളരെ മനോഹരമായി ഈ കട്ടറുള്ള റോഡുകൂടി ഈ വണ്ടിയും കൊണ്ട് വന്നതിൽ വളരെ ഖേദം തോന്നുന്നു. എങ്കിലും നൈസായിരുന്നു, കൊള്ളാം. വർത്ത് ആക്കേണ്ടത് നമ്മുടെ മാത്രം തൊഴിലാണ് ഗൈസ്. ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒരു വ്യൂ കണ്ടിട്ട് ഇറങ്ങരുത്, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ കൂടാതെ തിരിച്ചു വരുമ്പോഴത്തേക്ക് തേയിലത്തോട്ടത്തിൽ കുറച്ച് ആൻറ്റിമാർ തേയില നുള്ളുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ്ലി അതൊക്കെ കാണുമ്പോഴത്തേക്ക് കുറച്ച് അവിടെ നിന്ന് അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രം താഴോട്ട് ഇറങ്ങുക. പിന്നെ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എത്ര കിലോമീറ്റർ പോകുമ്പോഴാണ് പുറത്തിറങ്ങാൻ പറ്റുന്നതെന്നൊക്കെ ആ ഗൈഡ് പറഞ്ഞുതരും. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് പോവാം, ബട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.